തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കാലത്ത് ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന് പറയുന്നത് ധാരാളം പണച്ചെലവുള്ള കാര്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അതായത് ആരോഗ്യത്തോടെ ഇരിക്കാൻ ഒരുപാട് പണം ചെലവാക്കണമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നതെന്നല്ല, അങ്ങനെയാണ് ഇന്നത്തെ ലോകം. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 10 പൈസ ചിലവില്ലാതെ എങ്ങനെ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ഇരിക്കാം എന്നതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ എങ്ങനെ ജീവിക്കാനാണോ നമ്മൾ ഡിസൈൻ ചെയ്യപ്പെട്ടത് അതുപോലെ ജീവിക്കുക എന്നതാണ് അതിൻ്റെ ഒരു ചീറ്റ് കോഡ് എന്ന് പറയുന്നത്. അതായത് 10 പൈസ ചിലവില്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള ചീറ്റ് കോഡ് അതാണ്. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ലോകത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതൊരു ആധുനിക കണ്ടുപിടുത്തമാണ്. ഫാക്ടറിക്ക് ശേഷമുള്ളൊരു കണ്ടുപിടുത്തമാണ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നുള്ള 3 മീല്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു 3 മീലില്ല. 2 പ്രോസസ്ഡ് ഫുഡ്. ഫാക്ടറി വന്നതിന് ശേഷമാണ് പ്രോസസ്ഡ് ഫുഡൊക്കെ ലോകത്തുണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് പണച്ചെലവില്ലാതെ ആരോഗ്യം നോക്കണമെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ്. അത് നിങ്ങളുടെ ജോലി അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരുപാട് ശരീരം അല്ലെങ്കിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് 3 മീല് വേണം. കാരണം ഒരുപാട് ശരീരം ആണെങ്കിലുള്ള പണിയെടുക്കുക എന്ന് പറയുന്നത് പരിണാമപരമായിട്ടുള്ളതല്ലല്ലോ. അങ്ങനെ ഇത്രയും ഹാർഡ് ലേബറിങ് പണിയൊന്നും എവല്യൂഷനിലില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 മീല് വേണ്ടി വരും. അല്ലാത്ത പക്ഷം യഥാർത്ഥത്തിൽ നിങ്ങൾ 3 മീലിനെ 2 ആക്കി മാറ്റുക. ഒരു 16 മണിക്കൂർ പട്ടിണി, രാത്രി 8 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ച് തീരുക, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ ഒന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ ഒരു 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ഉണ്ട്. പട്ടിണി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരോഗ്യം സംരക്ഷിക്കുക. നിങ്ങൾക്ക് ഇവിടെ പണം അധിക ചിലവല്ല, പണം ഇവിടെ ലാഭിക്കാനാണ് പറ്റുന്നത്. 2 മീല് കഴിക്കുമ്പോൾ പണം ലാഭിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആരോഗ്യം മാത്രമാണ്. ഭയങ്കര മസ്കുലർ ബോഡിയോ അസ്തറ്റിക്സോ അതൊന്നുമല്ല. ഇവിടെ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പോൾ 3 മീലെന്നുള്ളത് 2 മീലാക്കുക. ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ശീലം മൊത്തത്തിൽ തന്നെ ഉപേക്ഷിക്കുക. പിന്നെ ഫാക്ടറിയിൽ നിന്നുള്ള അനാവശ്യ ഫുഡൊക്കെ ഉപേക്ഷിക്കുക. നമ്മളിപ്പോൾ മീൻ കഴിക്കുമ്പോൾ ചെറിയ ടൈപ്പ് മീനുകൾ കഴിക്കുക. ഹണ്ടർ ഗ്യാദർ ഒരിക്കലും വലിയ മീനുകൾ കഴിച്ചിരുന്നില്ല. അവർക്കെപ്പോഴും ഒരു മീഡിയം സൈസ് ചെറിയ മീനുകളാണ് കഴിച്ചിരുന്നത്. അപ്പോൾ ചെറിയ മീനുകൾ കഴിക്കുക, മുട്ട കഴിക്കുക, എന്തെങ്കിലും വെജിറ്റബിൾസോ നട്ട്സോ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, കുറച്ച് ചോറ് കഴിക്കുക, കിഴങ്ങ് എന്തെങ്കിലും കഴിക്കുക. അതിങ്ങനെയൊക്കെയുള്ള നാച്ചുറലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഇതാണ് ഒന്നാമതായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ, അല്ലെങ്കിൽ പണച്ചെലവൊന്നും ഇല്ലാതെ ആരോഗ്യവാനായിട്ടിരിക്കാൻ നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു നിസ്സാര കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് പണച്ചെലവിന് പുറമെ പണം കുറച്ച് ലാഭമായിട്ട് കൂടെ കിട്ടും. കാരണം ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള സംഭവം നിങ്ങൾ സ്കിപ്പ് ചെയ്തു. 16 മണിക്കൂർ അവിടെ ഫാസ്റ്റിംഗ് വേണം. ആദ്യമായിട്ട് ഇതാണ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ഈ ആരോഗ്യം നോക്കാൻ വേണ്ടി ആൾക്കാർ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ഈ വർക്കൗട്ട് ചെയ്യാനുള്ള സ്ഥലത്തിന് വേണ്ടിയാണ്. അപ്പോൾ അവിടെയും 10 പൈസ ചിലവില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, പരിണാമപരമായിട്ട് നമ്മുടെ ശരീരം എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട ആ കാര്യം ചെയ്യുക. അതായത് ഒരുപാട് ദൂരം ദിവസവും നടക്കുക, ലോങ് വാക്ക് ചെയ്യുക. ഈ സൂപ്പർ സെൻറ്റിനേറിയൻസ് എന്ന് പറയുന്ന 110+ ജീവിച്ചവരും സെൻറ്റിനേറിയൻസ് 100 വയസ്സ് വരെ പ്ലസ് ജീവിച്ചവരൊക്കെ ഡെയിലി എല്ലാ ദിവസവും നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ നടത്തമെന്ന് പറയുന്നത് നമ്മുടെ ശരീരം പരിണമിച്ച് തന്നെ നടന്ന് ഭക്ഷണം തേടാനാണ്. അപ്പോൾ നിങ്ങൾ നടത്താം. അതിൻ്റെ കൂടെ ഞാനൊരു ബോണസ് ടിപ്സായിട്ട് ഫാർമേഴ്സ് ക്യാരി, കുറച്ച് വെയിറ്റ് ക്യാരി ചെയ്ത് അതും കൊണ്ട് നടക്കുക. ഇത് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, അത്യാവശ്യം നമ്മുടെ മസിൽസിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യിപ്പിക്കുക. അതായത് ജിമ്മിൻ്റെ കണ്ടുപിടുത്തമാണ് ഓരോ മസിൽ ഗ്രൂപ്പിനും ഓരോ വ്യായാമം ചെയ്യുക എന്നൊക്കെ പറയുന്നത്. നേച്ചറിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നേച്ചറിലുള്ള എന്താണ്, ഒരു മരത്തിൽ വലിഞ്ഞു കയറാൻ വേണ്ടി നിങ്ങൾക്ക് ഒന്ന് പുള്ളി ചെയ്യണം. അപ്പോൾ അതുപോലെ മരത്തിൽ തൂങ്ങി കുറേ പുള്ളപ്പെടുക്കുക. പിന്നെ ഇരുന്നിട്ട് ഒരു സാധനം, ഇപ്പോൾ നമ്മൾ സ്ക്വാട്ടിങ് പോലെ ഇരുന്നിട്ട് എണീക്കുക, സാധാരണ സ്ക്വാട്ട് ചെയ്യുക. പിന്നെ സാധാരണ പുഷപ്സ് ചെയ്യുക. ഇപ്പോൾ തറയിൽ വീഴുമ്പോൾ നമ്മൾ പൊങ്ങി എണീക്കും പോലെ കുറേ പുഷപ്സ് ചെയ്യുക. അതായത് സ്ക്വാട്ടും പുള്ളപ്പും പുഷപ്സും ഇങ്ങനെ അങ്ങ് ചെയ്യുക. ഈ 3 ചെയ്താൽ മതി. ആ മസിൽസിൻ്റെ അവിടെ തീർന്ന്
നേച്ചറിൽ അത്രയേ ഉള്ളൂ വ്യായാമം. അല്ല ഇന്ന് കാണും പോലെ ഓരോ മസിലിനും സ്പെഷ്യൽ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഹെൽത്തി ആയിട്ട് ജീവിക്കാനുള്ള പണച്ചെലവില്ലാതെ എങ്ങനെ ഹെൽത്ത് എങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താം, അതാണ് ഇന്നത്തെ ഈ വിഷയം. ഇവിടെ നല്ല ബോഡി എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. രണ്ടാമത്, അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് ഹിറ്റായിട്ട് ചെയ്യുക. അതായത് ഹണ്ടർ ഗ്യാദറിൽ ഒരു കടുവയെ കണ്ട ജീവനും കൊണ്ട് ഓടുമല്ലോ, അതുപോലെ ഓടുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം മതി. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു 30 സെക്കൻഡ്സ് ടൈമർ ഓൺ ആക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങളാ കടുവയോ ഏതെങ്കിലും ക്രൂരമായിട്ടുള്ള മൃഗം നിങ്ങളുടെ പിറകിൽ നിങ്ങളെ കൊല്ലാൻ വേണ്ടി വരുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു 30 സെക്കൻഡ് ജീവൻ മരണ പോരാട്ടം എന്നുള്ള കണക്ക് ഓടുക. അപ്പോൾ ഹാർട്ട് ബീറ്റ് പടപടപടാന്നിടിക്കും. ഈ ഒരു കാര്യം ചെയ്യുക. ഈ 3 കാര്യം ചെയ്താൽ എക്സസൈസ് കഴിഞ്ഞ്. സിമ്പിളാണ്. ദിവസവും പറ്റുന്നത്ര കിലോമീറ്ററുകൾ നടക്കുക, ആഴ്ചയിൽ 3 ദിവസം മരത്തിൽ തൂങ്ങുക, എണീച്ചിട്ട് ഇരിക്കുക, സ്ക്വാട്ട് ചെയ്യുക, തറയിൽ കിടന്ന് കുറേ പുഷപ്സ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ആഴ്ചയിൽ വേറെ 30 സെക്കൻഡ്സ് ഒരു ജീവി അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ജീവൻ മരണ പോരാട്ടം. ആ ഒരു 30 സെക്കൻഡ് ഒന്നീ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ആ ഒരു പോരാട്ടം അത്രയും വേഗത്തിൽ ഓടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ 10 പൈസ ചിലവില്ലാതെ നിങ്ങൾക്ക് ആരോഗ്യവാനായിട്ടിരിക്കാൻ പറ്റും. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക. ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഉറങ്ങുന്നതും രാവിലെ എണീക്കുന്നതുമായിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ്. അതായത് രാത്രി 10 മണിക്ക് ശേഷം കണ്ണിൽ യാതൊരു ലൈറ്റും അടിക്കാൻ പാടില്ല. അതായത് 10 മണിക്ക് ശേഷം നമ്മുടെ കണ്ണിൽ മൊബൈൽ, TV അല്ലെങ്കിൽ ഇപ്പോൾ റൂമിലുള്ള ലൈറ്റ്, എന്ത് ലൈറ്റ് അടിച്ചാലും നമ്മുടെ തലച്ചോറ് അത് മനസ്സിലാക്കുന്ന ഇപ്പം നേരെ ഇരുട്ടിയിട്ടില്ല, ഇപ്പോഴും പകലാണെന്ന് നമ്മുടെ തലച്ചോറിനെ കബളിപ്പിക്കലാണ്. അപ്പോൾ സർക്കാഡിയൻ ഋതത്തിനെ ഇതാകെ തെറ്റിക്കും. അപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഉണ്ടെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഒരു 6 മണിക്ക് ശേഷം തന്നെ വെറുതെ വെക്കുക. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കണ്ണിൽ കൂളിംഗ് ഗ്ലാസ് വെക്കുക. അപ്പോൾ കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോൾ നിങ്ങൾ ലൈറ്റൊക്കെ ഓണാക്കി ഇട്ടാലും കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ഫീല് തരും. അതിനുശേഷം 10 മണിക്ക് മുമ്പ് തന്നെ എല്ലാ തരത്തിലുള്ള ലൈറ്റിൽ നിന്ന് കണ്ണിന് വിശ്രമം കൊടുക്കുക. എന്നിട്ട് കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റി തന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും. രാവിലെ എണീറ്റ ഉടനെ സൂര്യപ്രകാശത്തിൽ പോയി നോക്കുക കണ്ണിൽ. കാരണം ഇപ്പം നേരം വെളുത്തു എന്നുള്ള സിഗ്നൽ ശരീരത്തിന് കിട്ടാൻ വേണ്ടിയാണ്. നേരം വെളുക്കുമ്പോഴും സൂര്യപ്രകാശത്തിൽ ഒരു 15 മിനിറ്റ് നോക്കാതെ അപ്പോഴും ഈ റൂമിനകത്തും വീട്ടിനകത്തൊക്കെ ഇരുട്ടത്തി ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർക്കാഡിയൻ ഋതത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാമതായിട്ട് ഒരു 10 പൈസ ചിലവില്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞ ഈ ഒരു സർക്കാഡിയൻ ഋതത്തിൻ്റെ കാര്യം. 10 മണിക്ക് മുമ്പ് വരെ എല്ലാ ലൈറ്റും ഓഫ് ചെയ്യുക. രാവിലെ ഉറക്കം എണീറ്റ ഉടനെ പുറത്തിറങ്ങി ഒരു 15 മിനിറ്റ് കണ്ണിൽ ആ ഒരു ഡേ ലൈറ്റ് അടുപ്പിക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ആ കോർട്ടിസോൾ എപ്പോഴും സ്പൈക്കായി കോർട്ടിസോൾ എപ്പോഴും കൂടി നിന്ന് എപ്പോഴും സ്ട്രെസ്സിൻ്റെ ഒരു അവസ്ഥ, ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ക്രോണിക് സ്ട്രെസ്സ്. ഒരിക്കലും കോർട്ടിസോൾ താരാതെ ഇങ്ങനെ ക്രോണിക്കായിട്ട് കൂടി നിൽക്കും. അപ്പോൾ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെയും ആരോഗ്യത്തെയൊക്കെ വളരെ മോശമായിട്ട് ബാധിക്കും. ഈ ഒറ്റ കാരണം മതി സകല രോഗം വരാൻ, ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇവിടെയും സൂപ്പർ സെൻറ്റിനേറിയൻസ് 110 വയസ്സ് വരെ ജീവിച്ചവരും 100+ വയസ്സ് വരെ ജീവിച്ചവരൊക്കെ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ സ്ട്രെസ് ഫ്രീ ആയിരുന്നെന്ന് ഞാനിങ്ങനെ റിസർച്ചിലൊക്കെ അത് കണ്ടെത്തിയ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഹണ്ടർ ഗ്യാദർ ലൈഫ് സ്റ്റൈലിൽ എടുത്താൽ ഇപ്പോൾ ഹണ്ടർ ഗ്യാദേഴ്സിന് സ്ട്രെസ് ഇല്ലേ, കോർട്ടിസോൾ സ്പൈക്ക് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ ഹണ്ടർ ഗ്യാദർ നടന്നു പോകുമ്പോൾ ഒരു കടുവയെ കണ്ട സ്പൈക്ക് ഉണ്ടാവും. പക്ഷേ അത് ക്രോണിക്കലല്ല. ഒരു കടുവയെ കണ്ട് അതിനെ കണ്ട് പേടിച്ച് ഓടുമ്പോൾ കോർട്ടിസോൾ കൂടും, സ്ട്രെസ്സ് കൂടും. പക്ഷേ ആ കടുവയിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം കോർട്ടിസോൾ താഴ്ന്ന് സ്ട്രെസ്സ് കുറഞ്ഞ് റിലാക്സ് ആകും. പക്ഷേ ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയുടെ താഴെ ആരെങ്കിലും കമൻ്റ് അയച്ചു, അതിനെക്കുറിച്ച് ഓർത്ത് സ്ട്രെസ് അടിച്ചിരിക്കുക. അതുപോലെ തന്നെയാണ് ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു എന്തെങ്കിലും ബില്ല്, മന്ത്ലി ഉള്ള ബില്ല്, കടം, ലോണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ഹണ്ടർ ഗ്യാദറിന് കടുവ വന്ന് ഓടി രക്ഷപ്പെട്ട അവൻ്റെ സ്ട്രെസ്സ് കഴിഞ്ഞ്. യവന് ഇപ്പോൾ ഉള്ള മനുഷ്യൻ അങ്ങനെയല്ല, കംപ്ലീറ്റ് ഓരോ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് സ്ട്രെസ്സാണ്. അപ്പോൾ അതിനുവേണ്ടി
പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ ലോണ് പോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തൊന്നും ചെയ്യാതിരിക്കുക. അത് സ്ട്രെസ്സ് കൂട്ടും. രണ്ടാമത്തെ കാര്യം, സോഷ്യൽ മീഡിയയിൽ ആളുകൾ പലതും വിളിച്ച് പറയാം, അതിനെയൊക്കെ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, സ്ട്രെസ്സുള്ള ജോലിയാണെങ്കിൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്ത് ആ ജോലി ഇരുന്ന് വേറൊരു ജോലി കണ്ടെത്തി അതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ്സ് കുറഞ്ഞിരിക്കുക എന്നുള്ളത്, ഇതാണ് നിങ്ങൾക്ക് 10 പൈസ പണച്ചെലവില്ലാതെ ചെയ്യാൻ പറ്റിയ, ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാനീ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ 10 പൈസ പണച്ചെലവില്ലാതെ നിങ്ങൾക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാം. ഇത്രയേ ഉള്ളൂ. ഞാനീ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ പണം മുടക്കി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അത്യാവശ്യം അട്രാക്റ്റീവായിട്ടുള്ള ബോഡി, ശരാശരിയേക്കാൾ ഒരു 100 ഗ്യാദറിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത്, എൻഡുറൻസ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് പണച്ചെലവ് വരുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് ആരോഗ്യത്തോടു കൂടി ഹെൽത്തി ആയിട്ട് ഇരിക്കുക, എനിക്ക് വലിയ ബോഡിയൊന്നും വേണമെന്നില്ല, ഒന്നുമില്ല, എനിക്ക് ആരോഗ്യത്തോടെ ഹെൽത്തി ആയിട്ടെങ്കിൽ ഇരുന്നാൽ മതി എന്നുള്ള ചിന്തയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അല്ലാതെ ഇഷ്ടം പോലെ പണം മുടക്കി സപ്ലിമെൻറ്റ്സോ അല്ലാതെ ജിമ്മിൽ പോയി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ബോഡി ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഹെൽത്തി ആയിട്ടിരുന്നാൽ മതിയെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ മാത്രം വർക്കൗട്ട് ചെയ്താൽ മതി. ഈ ജിമ്മിൽ പോയി പണം മുടക്കണ്ട, സപ്ലിമെൻറ്റ്സ് വേണ്ട, സ്പെഷ്യലായിട്ട് ഒരു ഡയറ്റും വേണ്ട. ഒരു 100 ഗ്യാദർ തിന്ന പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക, അങ്ങ് മുന്നോട്ട് പോവുക. ഇത്രയേ ഉള്ളൂ. ഇത്രമാത്രം നിസ്സാരമാണ് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ. ഇവിടെ 10 പൈസയുടെ പണച്ചെലവ് ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ. പല ആളുകളും പറഞ്ഞ കേട്ടോ, ആരോഗ്യമൊക്കെ നോക്കാൻ ഇന്ന് ഭയങ്കര ചിലവാണ്, ഭയങ്കര സംഭവമാണ്. ഒന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും ചിലവ് വരുന്ന കാര്യമുണ്ടോ? പകരം നിങ്ങൾക്ക് പണം കുറച്ച് ലാഭിക്കാനും പറ്റും. ആ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് അതാണല്ലോ, ആ മീൽസിൻ്റെ കാര്യത്തിൽ, ഈ 3 മീലിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു പണച്ചെലവില്ലാത്ത, അല്ലെങ്കിൽ അധികം പണം ലാഭം തരുന്ന ഒരു കാര്യം മാത്രമാണ്. ഞാനീ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഓക്കെ ആയി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു. തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക.